എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? വൺ ഫ്രാക്ഷൻ മെനി ഫോംസ്. വൺ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭിന്നം, പിന്നെ മെനി ഫോംസ്, അത് പല രൂപം അല്ലേ. അപ്പോൾ ഒരു ഭിന്നം പല രൂപം, ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ കൊല്ലം, അതായത് 5ാം ക്ലാസ്സിൽ അളവിന്റെ ഭാഗങ്ങൾ നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ, അതായത് ഭിന്നസംഖ്യ ആയിട്ട് എഴുതാൻ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയില്ല എല്ലാവർക്കും? അപ്പോൾ നമുക്ക് ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളിൽ കൂടി നമുക്ക് എന്താണ് ഇത് പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടും കൂടി ആയിട്ട് സ്കൂളിട്ട് നടന്നു വരുമ്പോൾ നിങ്ങൾക്ക് അന്ന് ഓണത്തിനായിട്ട് നിങ്ങൾക്ക് പോക്കറ്റ് മണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോക്കറ്റ് മണി ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയൊരു മിഠായി വാങ്ങി, ഒരു ബാർ മിഠായി അല്ല, ചെറുതൊന്നല്ല, ഒരു വലിയൊരു മിഠായി വാങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ബാർ മിഠായി. അപ്പോൾ നിങ്ങൾ എത്ര പേരുണ്ട്? 2 പേരുണ്ട് അല്ലേ. 2 പേരുണ്ട്. അപ്പോൾ നാം എന്ത് ചെയ്യും? അതിനെ നിങ്ങൾ 2 പേരും കൂടിയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. അങ്ങനെയല്ല ചെയ്യാം. അല്ലാതെ വലിയ കഷ്ണം ഒരാളെടുക്കും, ചെറിയ കഷ്ണം ഫ്രണ്ടിന് കൊടുക്കും, അങ്ങനെ ചെയ്യില്ലല്ലോ. അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ മിഠായി എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിത് ഈക്വലായിട്ട് ഇതെങ്ങനെ ഡിവൈഡ് ചെയ്തു? അപ്പോൾ ഈ തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരു കഷ്ണം നിങ്ങളെടുത്തു, മറ്റേ കഷ്ണം നിങ്ങൾ ഫ്രണ്ടിന് കൊടുത്തു അല്ലേ. അതായത് ഇതെത്ര ഭാഗമാണ്? നമുക്കറിയാം ഈ മിഠായിയുടെ നമ്മൾ എന്താ പറയുക, അരഭാഗമല്ല, പകുതിയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതിന് അര എന്ന് പറയാം, ഹാഫ് എന്ന് പറയും, പകുതി അല്ലേ. നാം ഇങ്ങനെയാണ് എഴുതുക. ഇതെത്രയാണ്? ഇതും പകുതി ഭാഗം അല്ലേ. മിഠായിയുടെ പകുതി ഭാഗമാണിത്, ഹാഫ്. ഓക്കെ, നാം ഇതിനെ, ഈ മിഠായിയെ 2 തുല്യ ഭാഗങ്ങളായിട്ടാണ് മുറിച്ചത് അല്ലേ. അപ്പോൾ 2 തുല്യ ഭാഗങ്ങളായിട്ട് മുറിച്ചു. അതാണ് നാം ഈ അടിയിലിട്ടിരിക്കുന്ന 2. അപ്പോൾ 2 തുല്യ ഭാഗമാക്കി അതിൽ നിന്ന് ഒരു കഷ്ണം, കണ്ടില്ലേ, 1. അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം നമ്മളെടുത്തു അല്ലേ. അതേപോലെ ആ 2 ആക്കി ഭാഗിച്ചതിൽ ഒരു കഷ്ണം നമ്മൾ ഫ്രണ്ടിനും കൊടുത്തു. ഇതാണ് നമ്മുടെ 1/2 1/2 എന്ന് കൂടെ വരുന്നത്. ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയിലും മുകളിലും വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ നമ്മൾ അടിയിലൊരു സംഖ്യ ഉണ്ടായിരിക്കും, മുകളിലൊരു സംഖ്യ ഉണ്ടായിരിക്കും അല്ലേ. നടുവിൽ ഒരു ബൈ, അപ്പോൾ 1/2. അപ്പോൾ ഈ അടിയിലിടുന്നത് എന്താണ്? എത്ര തുല്യ ഭാഗങ്ങളാക്കി, അതാണ് അടിയിലുള്ളത്. മുകളിലാണെങ്കിലോ അതിൽ നിന്ന് നമ്മൾ എത്ര എടുത്തു അല്ലേ, അതാണ് നമ്മുടെ മുകളിലുള്ള സംഖ്യ. ഇപ്പോൾ മുകളിലുള്ള എന്തെന്ന് പറയും? ന്യൂമറേറ്റർ എന്ന് പറയുന്നു, അതായത് അംശം. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ അംശം എന്ന് പറയും മുകളിലുള്ളതിനെ. ഓക്കെ, അടിയിലുള്ളിൽ നമ്മൾ എന്ത് പറയും? ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഛേദം. അപ്പോൾ മലയാളം മീഡിയക്കാർ അംശം ഛേദം എന്ന് പറയുക, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ന് പറയും. ഇനി ഈ നമ്മൾ പകുതി മിഠായി നമ്മൾ എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു, പകുതി മിഠായി നിങ്ങൾ ഫ്രണ്ടിന് കൊടുത്തു അല്ലേ. ഈ 2 കഷ്ണം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? നമുക്കറിയാം, ഒരു മിഠായി ആയി അല്ലേ, ഫുൾ മിഠായി കിട്ടി അല്ലേ. അപ്പോൾ മാത്തമാറ്റിക്സ് നമ്മൾ പറയുമ്പോൾ എന്ത് പറയും? ഹാഫും, അതായത് ഈ ഹാഫ് പകുതിയും പിന്നെയോ ഈ പകുതിയും കൂടി കൂട്ടണം അല്ലേ. അപ്പോൾ എന്ത് വന്നു? അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ കൂട്ടുമ്പോൾ ഇതിനെ 2 ഭാഗമാക്കി അല്ലേ, അതിലൊരു ഭാഗം, ഇതിനെ 2 ഭാഗമാക്കി ഒരു ഭാഗം. അപ്പോൾ ഇവിടെ വ്യത്യാസമില്ല, 2 ഭാഗം തന്നെ ആക്കിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അത് നമ്മൾ അതേപോലെ തന്നെ എഴുതും, അതിനൊരു വ്യത്യാസവും ഇല്ല. ഇനി ഇതിൽ നിന്ന്, ഇവിടെ നിന്ന് ഒരു ഭാഗം, ഇവിടെ ഒരു ഭാഗം. അപ്പോൾ ആകെ എത്ര ഭാഗം എടുത്ത് നമ്മൾ? 2 ഭാഗം എടുത്ത് അല്ലേ. 1 + 1 എത്രയാണ്? 2. ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടാം. അപ്പോൾ 1 ഉം 1 ഉം 2. പിന്നെ ഈ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 2/2 എന്ന് കിട്ടി അല്ലേ. 2/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2ൽ എത്ര 2 ഉണ്ട്? ഒരു 2 അല്ലേ. അപ്പോൾ 1. അപ്പോൾ ഇതാണ് നമുക്ക് 1 കിട്ടിയത്, അതായത് ഒരു മിഠായിയാണിത്. അപ്പോൾ ഹാഫും ഹാഫും തമ്മിൽ കൂടി കൂട്ടുമ്പോൾ 1 കിട്ടി. ഇപ്പോൾ 2 ഫ്രണ്ട്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? മിഠായി തന്നെ എന്ത് ചെയ്യും? 4 ഈക്വൽ കഷ്ണങ്ങളാക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ 4 തുല്യ കഷ്ണങ്ങളാക്കി, 4 പേർക്കും വേണ്ടേ. അപ്പോൾ 4 കഷ്ണങ്ങളാക്കി. അപ്പോൾ 4 കഷ്ണങ്ങളാക്കി മുറിച്ചതിൽ ഒരു ഭാഗമാണ് ഇത്. ഇത് വേറൊരു ഭാഗം, ഇത് വേറൊരു ഭാഗം, ഇതൊരു വേറൊരു ഭാഗം. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയ പോലെ നോക്കിയാൽ 2 ആക്കി മുറിച്ചതിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ചെറിയ കഷ്ണം 4 ആക്കി മുറിച്ചതിൽ ഒരു ഭാഗം അല്ലേ, 1/4. അപ്പോൾ ഇതും എത്രയാണ്? 1/4 തന്നെ, 4 ആക്കി മുറിച്ചതിൽ ഒരു ഭാഗം അല്ലേ. അപ്പോൾ ഇതും 1/4, ഇതും 1/4 ആണ് അല്ലേ. അപ്പോൾ ഈ 4 1/4 കൂടി കൂട്ടുമ്പോൾ എത്ര വരും? ഈ 4 ആളും കഴിച്ചത് കൂടി കൂട്ടുമ്പോൾ എത്ര വരും? ഒരു മിഠായി ആണ് അല്ലേ. അതായത് നമ്മൾ ഇവിടെ ചെയ്ത പോലെ 1/4 + 1/4 + 1/4 + 1/4 അല്ലേ. ഇത് കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം? നമുക്ക് ഒരു മിഠായി കിട്ടണം അല്ലേ. അതായത് 1 2 3 4 കൂടി കൂട്ടുമ്പോൾ 4 കിട്ടി, ബൈ ഇവിടെ ഈ 4 തന്നെ അല്ലേ. 4/4, അതായത് 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1. അപ്പോൾ നമുക്ക് ഒരു മിഠായി കിട്ടി. ഇനി നിങ്ങളെ 2 ഫ്രണ്ട്സ് അപ്പോൾ വന്നിട്ടുണ്ടായില്ല എന്ന് വിചാരിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടിയ 2 നിങ്ങൾ പീസാക്കി 2 പേര് കൂടി പീസാക്കി ഇത്രയും ഭാഗം നിങ്ങൾ കഴിക്കും അല്ലേ. എന്നിട്ട് ഈ പീസ് നിങ്ങൾ അവർക്ക് വേണ്ടി മാറ്റി വെക്കും. അങ്ങനെയല്ല ചെയ്യുക. അതായത് ഇത്രയും ഭാഗം നോക്കിയേ,
ഇത്രയും ഭാഗം നിങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു. അത് ഈ 1/4ഉം 1/4ഉം ഫ്രണ്ടിൻ്റെ 1/4 അല്ലേ, അത് തമ്മിൽ അത് നിങ്ങൾ കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞാൽ മിഠായിയുടെ എത്ര ഭാഗം നിങ്ങൾ കഴിച്ചു? മൊത്തം മിഠായിയുടെ പകുതി ഭാഗം നിങ്ങൾ കഴിച്ചു അല്ലേ? പകുതി ഭാഗമാണ് നിങ്ങൾ കഴിച്ചത്. അതായത് 1/4ഉം ഇതിന് 1/4, ഈ രണ്ടാൾ നിങ്ങൾ കഴിച്ചപ്പോൾ ഈ മിഠായിയുടെ മൊത്തം പകുതി ഭാഗം നിങ്ങൾ കഴിച്ചു. അതായത് ബാക്കി ഇത്ര ഭാഗമുള്ളൂ അല്ലേ? അപ്പോൾ ഇത്രയും ഭാഗമാണ് പകുതി. ആ പകുതി നിങ്ങൾ കഴിച്ചു. അതായത് ഈ 1/4ഉം ഈ 1/4ഉം തമ്മിൽ കൂട്ടുമ്പോൾ എത്ര വരും നോക്കിയാൽ, നാം ഇവിടെ കൂട്ടിയ പോലെ തന്നെ 1ഉം 1ഉം 2, 2/4 അങ്ങനെ എഴുതി അല്ലേ, 2/4. അപ്പോൾ ഇവിടെ 2/4 എന്ന് പറഞ്ഞത് എന്ത് തന്നെയാണ്? 1/2 തന്നെയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ കഴിച്ചത് 2/4 ഭാഗമാണ്, ഈ രണ്ടും കൂടി കൂട്ടിയിട്ട്. അപ്പോൾ 2/4 എന്ന് പറഞ്ഞ എത്ര ഈക്വലാണ്? 1/2 ഈക്വലാണ്, പകുതിയാണ് അല്ലേ? അതായത് 1/2 ഈക്വലാണ് ഏത്? 2/4 എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് 6 ഫ്രണ്ട്സുകളുണ്ടെന്ന് വിചാരിക്കുക. ഇത് തന്നെയായിരുന്നു മിഠായി അല്ലേ? ഇപ്പം നോക്കിയാൽ ഇതേ മിഠായി തന്നെ നിങ്ങൾക്ക് 6 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ 6 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കും അല്ലേ? 6 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും. അതായത് 1/6 അല്ലേ, 1/6, 1/6, 1/6, 1/6, 1/6 അല്ലേ? 6 ഈക്വൽ ഭാഗങ്ങളാക്കി മുറിച്ചു. അതിന് നിങ്ങൾ 3 പേര് അപ്പം ഉണ്ടായുള്ളൂ, മറ്റൊരു കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെ 3 പേരെ കഷ്ണങ്ങൾ നിങ്ങൾ കഴിച്ചു, മിഠായി കഴിച്ചു അല്ലേ? ഇത്രയും ഭാഗം നിങ്ങൾ കഴിച്ചു. ബാക്കി ഇത്രയും ഭാഗം നിങ്ങൾ ഫ്രണ്ട്സിന് വേണ്ടി മാറ്റി വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ഭാഗം കഴിച്ചു എന്ന് നോക്കിയാൽ ഇത്രയും ഭാഗം അല്ലേ? 1/6 + 1, അതായത് 1/6 + 1/6 + 1/6 അല്ലേ? ഇത്രയും ഭാഗമാണ് നിങ്ങൾ കഴിച്ചത്. അപ്പോൾ നിങ്ങൾ എത്ര ഈ മൊത്തം മിഠായിയുടെ എത്ര ഭാഗം കഴിച്ചു? ഇത്രയും ഭാഗം കഴിച്ചു അല്ലേ? അതായത് ഈ മിഠായിയുടെ പകുതി ഭാഗം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞു അല്ലേ? അതായത് നോക്കിയാൽ ഇവിടെ നമ്മൾ 1/6 1/6 1/6 നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും നോക്കി? 1 1 2 1 3 അല്ലേ? അപ്പം 3/6. അപ്പോൾ നിങ്ങൾ 3/6 ഭാഗമാണ് കഴിച്ചത്. ഈ 3/6 ഭാഗം എന്ന് പറയുമ്പോൾ എത്രയായി? ഈ മിഠായിയുടെ പകുതിയായി അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ അര എന്ന് പറയുമ്പോൾ 3/6ഉം ഹാഫ് തന്നെയാണ്. അപ്പോൾ 3/6 ഭാഗം നിങ്ങൾ കഴിച്ചപ്പോഴും എന്തിന് ഈക്വലായി? മിഠായിയുടെ പകുതി തന്നെ അല്ലേ? അപ്പോൾ 2/4 ഭാഗം കഴിച്ചപ്പോഴും എന്ത് വന്നു? 1/2 തന്നെ, മിഠായിയുടെ പകുതി തന്നെ. അതായത് 1/2 എന്ന് പറഞ്ഞാലും 2/4 എന്ന് പറഞ്ഞാലും 3/6 എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ്? ഹാഫ് തന്നെയാണ്, അര തന്നെയാണ്. അപ്പോൾ ഇവിടെ 1/2 2/4 ഈക്വൽ ആണോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. ഇവിടെ നോക്കിയാൽ ഇതാണ് നമ്മൾ പറഞ്ഞത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ അല്ലേ? ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. ഇവിടെ 1 2 ഇതെങ്ങനെയാണ്? 1നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു അല്ലേ? 1നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 2 കിട്ടി. 2 4 എങ്ങനെയാണ്? 2നെയും 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇവിടെ ഒരേ സംഖ്യ കൊണ്ട് തന്നെ 2നെയും ഗുണിച്ചു അല്ലേ? അപ്പോൾ 1/2 എന്നുള്ളത് 2/4 ഇവിടെ 2 കൊണ്ട് ഗുണിച്ചു, അതേപോലെ ഇവിടെയും 2 കൊണ്ട് ഗുണിച്ചു. ഇനി ഇതൊന്ന് നോക്കിയേ, ഇത് 1 എന്നുള്ളത് 3 അപ്പോൾ 1 3 ആവണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പോൾ 1 × 3 3. അപ്പോൾ അതേ 3 കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഗുണിക്കുമ്പോഴോ 2 × 3 6. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ അംശത്തെയും ഛേദത്തെയും അല്ലെങ്കിൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ആ ഫ്രാക്ഷൻ എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് ഇപ്പം നോക്കിയാൽ 1/2. ഇപ്പം ഇതിനെ ഞാൻ 5 കൊണ്ട് ഗുണിച്ചു, ഇതിനെയും 5 കൊണ്ട് ഗുണിച്ചു. അപ്പം നമുക്ക് എന്ത് കിട്ടി? 1 × 5 5, 5/2 × 5 10. കണ്ട? അപ്പോൾ ഇത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 1/2 എന്ന് പറഞ്ഞാലും 5/10 എന്ന് പറഞ്ഞാലും ഈക്വൽ ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണ്? ഇപ്പം നമ്മൾ ഒരു ഫ്രാക്ഷൻ്റെ അപ്പോൾ ഡിനോമിനേറ്റർ 10, ന്യൂമറേറ്റർ 5. ഇവിടെ നോക്കി ഇതിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ഡിനോമിനേറ്റർ ഇതിൻ്റെ പകുതിയാണ് മുകളിലെങ്കിൽ നമുക്കിതിനെന്ത് പറയാം? 1/2 എന്ന് പറയാം. ഇതാണ് ഹാഫ്. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും ചെക്ക് ചെയ്യാം. ഇപ്പോൾ നോക്കിയാൽ 3/6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ പകുതിയാണ് ഇവിടെ അല്ലേ? അതായത് നമുക്ക് ഹാഫ് എന്ന് പറയാം. അല്ലെങ്കിൽ 50/100 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഒരു സംശയം വേണ്ട, ഉടനടി എഴുതാൻ. ഇതിൻ്റെ പകുതി അല്ലേ ഇവിടെ? അങ്ങനെയാണെങ്കിൽ 1/2. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 24 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്നും നമുക്ക് ചെയ്തു നോക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഈ ഫ്രാക്ഷൻ 1/2 അല്ലെ ഹാഫ്
അതിൻ്റെ ഡിനോമിനേറ്റർ 24 ആയിട്ടുള്ള ആ രൂപം നമ്മൾ എഴുതണം. ഇപ്പം ഇതിൻ്റെ ഡിനോമിനേറ്റർ എത്രയാണ്? 2 ആണ് അല്ലേ? ഇതിൻ്റെ ഡിനോമിനേറ്റർ 24 ആക്കണം. അതായത് നോക്കിയാൽ 1/2 ഈക്വൽ ടു വേറെ ഫ്രാക്ഷൻ അല്ലേ? അതായത് 2ന് പകരം എന്തോരും ഡിനോമിനേറ്റർ, അത് അടിയിലുള്ളത് 24 ആകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും എന്നാണ് ചോദ്യം. നമുക്ക് എത്ര വരും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? എന്താ പറഞ്ഞത്? ഇവിടെ നാം ഏത് സംഖ്യ കൊണ്ടാണോ ഗുണിക്കുന്നത് നോക്കുക, അതേ സംഖ്യ കൊണ്ട് തന്നെ ഇവിടെയും ഗുണിക്കണം അല്ലേ? സംഖ്യ മാറാൻ പാടില്ല. ഏത് സംഖ്യ കൊണ്ടാണോ ഗുണിക്കുന്നത് അതേ സംഖ്യ തന്നെ ആയിരിക്കണം. അപ്പൊ ഇവിടെ 2 എന്നുള്ളത് 24 ആയി അല്ലേ? അപ്പൊ 2 ഇവിടുത്തെ ഡിനോമിനേറ്റർ 2 ആയിരുന്നു, അത് 24 ആയി. അപ്പൊ 2 24 ആവണമെങ്കിൽ എത്ര കൊണ്ട് 2നെ ഗുണിച്ചിട്ടുണ്ടാവും? 2നെ നമുക്കറിയാം 2നെ 12 കൊണ്ട് ഗുണിക്കണം അല്ലേ? 2നെ 12 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 24 കിട്ടുക. അതായത് ഇവിടെ 1/2. അപ്പൊ 2നെ 12 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അടിയിൽ 24 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ മുകളിൽ എന്ത് ചെയ്യണം? മുകളിലും നമ്മൾ 12 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പൊ എന്ത് കിട്ടി? 1 × 12 12. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഫ്രാക്ഷൻ ഏതാണ്? 12/24. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തൊന്ന് നോക്കിയേ. അപ്പോൾ എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് മനസ്സിലാക്കി കൊണ്ടുപോകാം. നോക്കിയാൽ ദി ഫോം ഓഫ് 1/2. 1/2 തന്നെ വിത്ത് ന്യൂമറേറ്റർ 24. ഇവിടെ ന്യൂമറേറ്റർ അംശം 24 ആണ്. കണ്ടോ? അംശമാണ് 24 ബൈ. അപ്പോൾ ഇവിടെ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എത്ര വരും? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ? നോക്കിയാൽ 1/2 അല്ലേ ഈക്വൽ ടു ഇവിടെ 1നെ 24 ആക്കി. അതായത് 1 24 ആവുമെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 1നെ 24 കൊണ്ട് ഗുണിച്ചു അല്ലേ? അപ്പോഴാണ് നമുക്കിവിടെ 24 കിട്ടുന്നത്. അതായത് ഇതിനെ 24 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്കിവിടെ 24 കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? ഇതിനെയും 24 കൊണ്ട് തന്നെ ഗുണിക്കണം അല്ലേ? അപ്പോൾ 2നെയും നമുക്ക് 24 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ 2 × 24 എത്രയാണ്? 48. അപ്പോൾ നമുക്കിവിടെ 24/48. ഇനി മൂന്നാമത്തെ നോക്കിയേ. ഏതാണ് ഫ്രാക്ഷൻ? 1/3. 1/3 വിത്ത് ഡിനോമിനേറ്റർ ഏതാണ്? 24 അല്ലേ? ഇവിടെ ഡിനോമിനേറ്റർ ശ്രദ്ധിക്കുക. ന്യൂമറേറ്റർ ആണോ ഡിനോമിനേറ്റർ ആണോ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഡിനോമിനേറ്റർ 24 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റർ എത്രയായിരിക്കും അല്ലേ? എത്രയായിരിക്കും? ഇവിടെ 3 എന്നുള്ളത് എന്തായി മാറി? 24 ആയി മാറി അല്ലേ? അപ്പം നമ്മൾ 3 24 ആവണമെങ്കിൽ നമ്മുടെ 3ന്റെ ടേബിളിൽ നോക്കി 24 3 × 8 അല്ലേ? 3 × 8 3 × 8 ആണ് 24 അല്ലേ? അപ്പം നമ്മൾ ഇവിടെ എത്ര കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്? 8 കൊണ്ടാണ് ഗുണിക്കുന്നത് അല്ലേ? 8. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വേണം? ഇവിടെയും നമ്മൾ 8 കൊണ്ട് ഗുണിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ 3 × 8 24. അപ്പോൾ ഇവിടെ നമ്മൾ 1നെ 8 കൊണ്ട് ഗുണിച്ചാൽ 8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8/24. ഇനി നാലാമത്തത് എന്താണ്? 1/3 വിത്ത് ന്യൂമറേറ്റർ 24. ന്യൂമറേറ്റർ അതായത് അംശം 24. അപ്പോൾ നമുക്കിവിടെ ഡിനോമിനേറ്റർ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ 1 എന്നുള്ളത് എന്തായി മാറി? 24 ആയി മാറി. അതായത് 1 24 ആവാന്ന് പറഞ്ഞാൽ 1നെ 24 കൊണ്ട് ഗുണിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ 1നെ 24 കൊണ്ടാണ് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 24 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അടിയിൽ എന്ത് വേണം? 3നെയും 24 കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പോൾ 3 × 24 ഒന്ന് ഗുണിച്ചു നോക്കിയാൽ 24 × 3 3 × 4 12 1 2 × 3 6 1 7 അല്ലേ? അപ്പോൾ 24/72. ഇനി അഞ്ചാമത്തെ നോക്കിയേ. ഏതാണ് പറഞ്ഞിട്ടുള്ളത്? ദി ഫോം 1/4. 1/4 വിത്ത് ന്യൂമറേറ്റർ 100. ന്യൂമറേറ്റർ അതായത് അംശം 100 100 ആവണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ എത്രയായിരിക്കും? ഇവിടെ നോക്കിയാൽ 1 100 അല്ലേ? അപ്പോൾ 1നെ നമ്മൾ 100 കൊണ്ട് ഗുണിച്ചു. അങ്ങനെയാണെങ്കിൽ 4നെയും നമ്മൾ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 4 × 100 400 400 കേട്ടാ? അപ്പോൾ വളരെ ഈസിയാണ് അല്ലേ? അപ്പോൾ ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇതാണ് ചോദ്യം. റൈറ്റ് 3 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് 1/4. അതായത് 1/4ന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ എഴുതണം. അപ്പോൾ അതിനെന്താണ് എളുപ്പപ്പണി? നാം മുമ്പ് ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലേ, ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ന്യൂമറേറ്ററിനെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ അതേ സംഖ്യ കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് ഡിനോമിനേറ്ററിനെ ഗുണിക്കുക അല്ലേ? അടിയിൽ എന്ത് കാട്ടുന്നു അത് നമ്മൾ മുകളിലും കാണിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഫോം എഴുതാൻ എന്താണ് എളുപ്പപ്പണി നോക്കിയേ? 1/4 അല്ലേ? അപ്പോൾ 1/4 നമ്മൾ ആദ്യം നോക്കിയാൽ ആദ്യം ന്യൂമറേറ്റർ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്ററെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് കിട്ടും? 1 × 2 2
ബൈ 4 ഇൻറ്റു 2 8 കണ്ട. അപ്പോൾ നമുക്ക് 2/8 കിട്ടി. ഈ 2/8 എന്ന് പറഞ്ഞാലും 1/4 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കിട്ടി 2/8. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 1/4. അപ്പോൾ 1/4 ഒന്ന് 3 കൊണ്ട് ഗുണിച്ച് നോക്കിയേ. അപ്പോൾ മുകളിൽ 3 കൊണ്ട് ഗുണിച്ചു, അടിയിലും 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? 1 ഇൻറ്റു 3 3 ബൈ 4 ഇൻറ്റു 3 12 കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഫോം കിട്ടി 3/12. 3/12 എന്ന് പറഞ്ഞാൽ തന്നെയാണ് 1/4 തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എളുപ്പപ്പണി അല്ലേ. ഇനി വേണമെങ്കിൽ നോക്കിയാൽ 1/4 അതിനെ ഇപ്പോൾ 3 കൊണ്ട് ഗുണിച്ചു അല്ലേ. ഇനി 4 കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ അടിയിലും മുകളിലും 4. ഇപ്പം എന്താ കിട്ടി? 1 ഇൻറ്റു 4 4 ബൈ 4 ഇൻറ്റു 4 16. അപ്പോൾ 2/8 എന്ന് പറഞ്ഞാലും 3/12 എന്ന് പറഞ്ഞാലും 4/16 എന്ന് പറഞ്ഞാലും ഒക്കെ തന്നെയാണ് 1/4 തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് 3 ഡിഫറൻറ്റ് ഫോമുകൾ നമ്മൾ എഴുതി. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ഡെനോമിനേറ്റർ. അപ്പോൾ എന്താണ് ചോദ്യം നമ്മൾ പറഞ്ഞുതരാം. ഇവിടെ 1/2, 1/3. ഇവിടെ നമുക്ക് 2 ഫ്രാക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. 2 ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ മൂന്ന് രൂപങ്ങൾ 3 ഫോമുകൾ എഴുതണം. എങ്ങനെയായിരിക്കണം? ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള 3 ഫോമുകൾ. അപ്പം നമ്മൾ ഇവിടെ ഈ 2 പേർക്കും ഒരേ ഡിനോമിനേറ്റർ തന്നെ കൊടുക്കണം അല്ലേ. വ്യത്യസ്തങ്ങളാണ് ഇപ്പോൾ ഇവിടെ 1/2 1/3. അപ്പോൾ ഇവർക്ക് നമുക്ക് കോമൺ ആയിട്ട് ഒരു സെയിം ഡിനോമിനേറ്റർ കൊടുക്കണം. അപ്പോൾ ഏത് കൊടുക്കും? അതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ 2 3 അല്ലേ. ഇവിടെ 2 അംശം, ഇവിടെ ഡിനോമിനേറ്റർ 2 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 3 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 2ന്റെ മൾട്ടിപ്പിൾസ് ഒന്ന് എഴുതി നോക്കാം. അതായത് 2ന്റെ ഗുണിതങ്ങൾ. 2ന്റെ ഗുണിതം ഏതൊക്കെയാണ്? 2 2 ഇൻറ്റു 2 4 3 ഇൻറ്റു 2 6 4 ഇൻറ്റു 2 8 അല്ലേ. 5 ഇൻറ്റു 2 10 അങ്ങനെ പോകുന്നു. ഇനി ഇതിന്റെ ഗുണിതങ്ങളോ? 3ന്റെ ഗുണിതം ഏതൊക്കെയാണ്? 1 ഇൻറ്റു 3 3 2 ഇൻറ്റു 3 6 3 ഇൻറ്റു 3 9 4 ഇൻറ്റു 3 12 5 ഇൻറ്റു 3 15 അങ്ങനെ പോകുന്നു അല്ലേ. ഓക്കെ. ഇനി നോക്കിയാൽ ഇതിൽ 2ലും വരുന്നത് ഏതാണെന്ന് നോക്കിയാൽ 2 ഇതിലുണ്ടോ? ഇല്ല. 4 ഇതിലുണ്ടോ? ഇല്ല. 6 ഇതിലുണ്ടോ? ഉണ്ട് അല്ലേ. അപ്പോൾ 6 2ലുണ്ട്. അപ്പോൾ ഈ 6നെ നമ്മൾ അങ്ങോട്ട് പിടിക്കാം. അപ്പോൾ ഇതിൽ ഡിനോമിനേറ്റർ ഏതാക്കുക? കോമൺ ഡിനോമിനേറ്റർ ഏതാക്കുക? 6 ആക്കി മാറ്റാം. അപ്പോൾ നമ്മൾ ആദ്യം 1/2 അല്ലേ. അപ്പോൾ 1/2 നമ്മൾ മാറ്റാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുക. 1/2 ഇതിൻ്റെ ഡിനോമിനേറ്റർ, പുതിയ ഡിനോമിനേറ്റർ എത്ര ആക്കണം? നമ്മൾ 6 ആക്കുന്നു. അപ്പോൾ 6 എഴുതി. ഓക്കെ അല്ലേ. ഇനി 2 6 ആയി അല്ലേ. അപ്പോൾ 2നെ നമ്മൾ 6 ആക്കണം. അപ്പോൾ 2 6 ആക്കാന്ന് പറഞ്ഞാൽ എത്ര കൊണ്ട് 2നെ ഗുണിക്കേണ്ടി വരും? 2നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് 6 ആവുക അല്ലേ. അതായത് 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്കിവിടെ 6 കിട്ടുക. അങ്ങനെയാണ് നാം ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെയും നമ്മൾ 3 കൊണ്ട് ഗുണിക്കണം. വേണ്ടേ? വേണം. അപ്പോൾ 1 ഇൻറ്റു 3 എത്രയാണ്? 3. അപ്പോൾ നമ്മൾ നോക്കിയേ, നമുക്ക് 1/2നെ 3/6 എന്ന് എഴുതി. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? 1/3 മാറ്റാം. 1/3 അതിൻ്റെ ഡിനോമിനേറ്റർ ഏതാണ്? നമ്മൾ കണ്ടുപിടിച്ച ഡിനോമിനേറ്റർ എത്ര? 6 അല്ലേ. അത് അതേപോലെ തന്നെ എഴുതി. ഇനി 3 6 ആയി അല്ലേ. 3 6 ആവാൻ പറഞ്ഞാൽ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 6 ആവുക? 2 കൊണ്ട് ഗുണിച്ചാൽ അല്ലേ. 3 ഇൻറ്റു 2 6. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വേണം? നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. വേണ്ടേ? അപ്പോൾ 1 ഇൻറ്റു 2 2. അപ്പോൾ നമ്മൾ 1/2നെ 3/6 എന്ന് എഴുതി, 1/3നെ 2/6 എന്ന് എഴുതി. ഇവിടെ 2ന്റെയും ഡിനോമിനേറ്റർ സെയിം അല്ലേ? സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്കൊരു ജോഡി കിട്ടി. ഏതൊക്കെയാണ്? 3/6 2/6. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ആദ്യത്തെ ജോഡി. ഇനി ഇപ്പം നമുക്ക് ഒരെണ്ണം കിട്ടി അല്ലേ. ഈ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇഷ്ടം പോലെ എഴുതാം. ഒരു പ്രശ്നമില്ല. എങ്ങനെ ചെയ്യാം? 3/6 2/6 കിട്ടി അല്ലേ. നമുക്ക് ആദ്യം ഇതിനെ 2 കൊണ്ട് ഗുണിക്കാം. അതേപോലെ ഇതിനെ 2 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ജോഡി കിട്ടും. അതായത് ഇവിടെ നോക്കിയേ, 3/6 കിട്ടി നമുക്ക്. പിന്നെന്താ കിട്ടിയത്? 2/6 കിട്ടി അല്ലേ. ഇനി ഇതിനെ 2 കൊണ്ട് ഗുണിച്ചു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെയും 2 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? 3 ഇൻറ്റു 2 6 6 ഇൻറ്റു 2 ബൈ 6 ഇൻറ്റു 2 12. അപ്പോൾ ഇവിടെ 3/6 നമ്മൾ 6/12 എന്ന് എഴുതി. അതേപോലെ ഇവിടെ നമ്മൾ 2 കൊണ്ടല്ലേ ഗുണിച്ചത്. അപ്പോൾ ഇവിടെയും നമുക്ക് 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 2 4 ബൈ 6 ഇൻറ്റു 2 12. കണ്ട, ഇപ്പം നമുക്ക് അടുത്ത ജോഡി കിട്ടി. 12 12 ഡിനോമിനേറ്റർ സെയിം ആയി അല്ലേ. അപ്പോൾ 6/12 4/12 അടുത്ത ജോഡി. ഇനി ഇവിടെ നമ്മളിപ്പോൾ 2 കൊണ്ടല്ലേ ഗുണിച്ചത്. അടുത്ത കഴിഞ്ഞാൽ 3 കൊണ്ട് ഗുണിച്ച് നോക്കാം. അപ്പോൾ എന്ത് വരും? 3/6 ഇൻറ്റു ഇവിടെ 3 ഇവിടെയും 3. അതേപോലെ 2/6നെ അപ്പോൾ പിന്നെ നമ്മൾ ഇതെടുക്കാൻ പാടില്ല, ഇതെടുക്കരുത്. മനസ്സിലായില്ലേ? ഇവിടെ നമുക്ക് സൈബ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ബാക്കി എല്ലാം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുന്നു, ഇതിനെയും 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 ഇൻറ്റു 3 9 ബൈ 6 ഇൻറ്റു 3
18 അല്ലേ. അപ്പോൾ 9/18 ഇവിടെ 2 × 3 6/6 × 3 18. കണ്ട ഇവിടെ സെയിം തന്നെ എന്ത് കിട്ടി, നമുക്ക് ഡിനോമിനേറ്റർ കിട്ടി. അപ്പോൾ 9/18 6/18. ഇനി രണ്ടെണ്ണം കൂടി ഉണ്ടാക്കുക എന്ത് ചെയ്യുക, 3 കൊണ്ട് ഗുണിച്ചതിന് വരെ 4 കൊണ്ട് 2നെയും 4 കൊണ്ട് ഗുണിക്കുക, 5 കൊണ്ട് ഗുണിക്കുക, 6 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തെ ജോഡി ഒന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ 1/2 1/4 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കണം അല്ലേ. സെയിം ആക്കാൻ എന്ത് വേണം, നാം പറഞ്ഞു ഇവിടെ 2 ഇവിടെ 4 അല്ലേ. അപ്പോൾ ഇവിടെ വേറെ പണിയുണ്ട്, അത് നിങ്ങൾ ഇപ്പോൾ പറയണ്ട, ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ ചെയ്യാറുള്ള രൂപത്തിൽ തന്നെ ചെയ്യാം. അപ്പോൾ 2 ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, 2ന്റെ ടേബിൾ അല്ലെ 2ന്റെ മൾട്ടിപ്പിൾസ് എഴുതാം. അപ്പോൾ 2 1 × 2 2, 2 × 2 4, 3 × 2 6, 4 × 2 8 അല്ലേ, 5 × 2 10, 6 × 2 12 അങ്ങനെ പോകുന്നു. ഒരു 4-5 എഴുതാം. അതിനുശേഷം 4ന്റെ മൾട്ടിപ്പിൾസ് എഴുതിക്കാൻ 1 × 4 4, 2 × 4 8 അല്ലേ, 3 × 4 12, 4 × 4 16 അങ്ങനെ പോകുന്നു. ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ള ആളെ പിടിക്കുക. ആരാ കോമൺ? 4 അല്ലേ. 4 ഇതിലും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വേണം, നമ്മുടെ പുതിയ ഡിനോമിനേറ്റർ ആരായിട്ട് എടുക്കുക, 4 ആയിട്ട് എടുക്കുന്നു. ക്ലിയർ ആയല്ലോ. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ആദ്യത്തെ അങ്ങോട്ട് പിടിക്കുക. അപ്പോൾ 1/2 അവനെ പിടിച്ചു. സീക്വൽ ടു ഇതിന്റെ ഡിനോമിനേറ്റർ എത്ര ആയിരിക്കണം, 4 അല്ലെ, പുതിയ 4. അപ്പോൾ നമ്മൾ 4 ഇട്ടു. ഇനി 2നെ 4 2 4 അല്ലേ. അപ്പോൾ 2നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 4 ആവുക, 2നെ 2 കൊണ്ട് ഗുണിച്ചാലാണ് 4 ആവുക അല്ലേ. അങ്ങനെയാണെങ്കിൽ 1നെ എന്ത് ചെയ്യണം, 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1 × 2 2. അപ്പോൾ നമ്മൾ 1/2നെ 2/4 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ 1/4 എന്ത് ചെയ്യും, 1/4. ഇവിടെ ഡിനോമിനേറ്റർ എത്രയാണ്, ഛേദം 4 തന്നെ അല്ലേ. പുതിയ ഡിനോമിനേറ്റർ 4 എഴുതി. ഇനി 4 തന്നെ, അതായത് 4നെ 1 കൊണ്ട് ഗുണിച്ചു, വ്യത്യാസം ഇല്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ 1നും വ്യത്യാസം പാടില്ല. അപ്പോൾ 1 1 തന്നെ. അപ്പോൾ നമുക്ക് ഏത് ജോഡി കിട്ടിയെന്ന് നോക്കിയാൽ 2/4 2/4 എന്ന് കിട്ടി, പിന്നെയോ 1/4 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജോഡി നമുക്ക് കിട്ടി അല്ലേ, 2/4 1/4. ഓക്കെ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും അല്ലേ. അടുത്ത ജോഡി എന്ത് ചെയ്യാം, ഇതിനെ 2 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം 2/4. അതിന് നമ്മളിവിടെ 2 കൊണ്ട് ഗുണിക്കുന്നു, ഇതിനെയും 2 കൊണ്ട് ഗുണിക്കുന്നു. ഇനി 1/4 അതിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 2 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെയും 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്ന് നോക്കിയാൽ 2 × 2 4, 4/4 × 2 8 അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ 4/8 എന്ന് എഴുതി. ഇനി 1 × 2 2/4 × 2 8 കണ്ടില്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ജോഡി കിട്ടി 4/8 2/8. അപ്പോൾ അടുത്ത ജോഡി ഇതേ കിടക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അല്ലേ 2 കൊണ്ട് ഗുണിച്ചതിന് വരെ 3 കൊണ്ട് ഗുണിച്ചു നോക്കോ. അപ്പോൾ നോക്കിയാൽ 2/4 × 3, ഇവിടെയും 3. അപ്പോൾ എത്ര കിട്ടും, 2 × 3 6, 6/4 × 3 12 അല്ലേ. അപ്പോൾ ഇത് നമ്മൾ 6/12 എഴുതി. ഇനി അടുത്തത് 1/4 ഇതേപോലെ ചെയ്യാം. 1/4 3 കൊണ്ടല്ലേ ഗുണിച്ചത്, അപ്പോൾ ഇവിടെയും 3 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെയും 3 കൊണ്ട് ഗുണിക്കുന്നു. 1 × 3 3/4 × 3 12. അപ്പോൾ അടുത്ത ജോഡി കിട്ടി 6/12 3/12. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. ഓക്കെ. ഇനി നമുക്കതിൽ മൂന്നാമത്തെ ജോഡി നോക്കാം. 1/3 1/4. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, അപ്പോൾ 3 4 ഡിനോമിനേറ്റർ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം 3ന്റെ മൾട്ടിപ്പിൾസ് എഴുതാം അല്ലേ, അല്ലെങ്കിൽ ഗുണിതങ്ങൾ എഴുതാം. 3 1 × 3 3, 2 × 3 6, 3 × 3 9, 4 × 3 12 അങ്ങനെ പോകുന്നു. ഇനി 4ൻ്റെതോ, 1 × 4 4, 2 × 4 8, 3 × 4 12, 4 × 4 16 അങ്ങനെ പോകുന്നു അല്ലേ. കോമൺ ആയിട്ടുള്ള ആളായിരുന്നു 12 അല്ലേ. അപ്പോൾ നമ്മൾ 12നെ പിടിക്കുന്നു. എന്തായിരിക്കും, ഈ 12 ആയിരിക്കും പുതിയ ഡിനോമിനേറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 1/3 അതിനെ നമ്മൾ മാറ്റാൻ പോണ്. ഡിനോമിനേറ്റർ എത്ര ഇട്ടു, 12 ഇട്ടു. ഓക്കെ. ഇനി നോക്കിയാൽ 3 12 ആയി. എത്ര കൊണ്ട് ഗുണിച്ചാൽ 3 12 ആവുക, 4 കൊണ്ട് ഗുണിച്ചാൽ അല്ലേ. 4 × 3 12. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1 × 4 4. അപ്പോൾ നമുക്ക് ഇതിനെ 4/12 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ 1/4 അതേപോലെ മാറ്റാം, 1/4. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഡിനോമിനേറ്റർ എത്രയാണ്, 12 തന്നെ അല്ലേ. 12 തന്നെ എഴുതി. ഇനി 4 12 ആയി. അപ്പോൾ 4 12 ആവുമ്പോൾ എത്ര കൊണ്ട് ഗുണിക്കണം, 4 × 3 12 അല്ലേ. അപ്പോൾ 3 കൊണ്ട് ഗുണിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഗുണിക്കണം, 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1 × 3 3. അപ്പോൾ നമുക്ക് 2 എണ്ണം കിട്ടി, 4/12 3/12 അല്ലേ. ഇതിനെ 4/12 എന്ന് എഴുതി, ഇതിനെ 3/12 എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജോഡി കിട്ടി. എന്തൊക്കെയാണ് ജോഡി, 4/12
3/12. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജോഡി. ഇനി നമുക്ക് ഇതിൽ നിന്ന് എളുപ്പം കണ്ടുപിടിക്കാം അല്ലേ? ഇതിനെ നമ്മൾ ആദ്യം 2 കൊണ്ട് ഗുണിച്ച് നോക്കാം. അപ്പോൾ നോക്കിയേ 4/12 അല്ലേ? പിന്നെ ഏതാണ് 3/12. അപ്പം ഇതിനെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു, ഇവിടെയും 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എന്ത് വരും നമുക്ക്? 4 × 2 8/12 × 2 24. അപ്പം ഇതിനെ നമ്മൾ മാറ്റി അല്ലേ? ഇനി നമുക്ക് ഇതിനെ മാറ്റാം. 3 × 2 6/12 × 2 24. അപ്പോൾ നമുക്ക് അടുത്ത ജോഡി കിട്ടി 8/24 6/24. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഗുണിച്ചതിന് പകരം 3 കൊണ്ട് ഗുണിച്ച് നോക്കാം. അപ്പോൾ 4/12 അതിന് നമ്മൾ 3 കൊണ്ട് ഗുണിക്കുന്നു. അതേപോലെ നമുക്ക് 3/12 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എന്ത് കിട്ടിയെന്ന് നോക്കിയാൽ 4 × 3 12/12 × 3 ഗുണിച്ച് നോക്കാം. 12 × 3 എത്ര നമുക്ക് കിട്ടാം? 36 കിട്ടും. ഒന്ന് ഗുണിച്ച് നോക്കാം. 36 അത് കിട്ടി. ഇനി ഇവിടെ നോക്കിയാൽ 3 × 3 9 12 × 3 36. അപ്പോൾ നമുക്ക് അടുത്ത ജോഡി കിട്ടി 12/36 9/36.